അപ്പോൾ ഇന്ന് നമ്മളൊരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. കോക്കനട്ട് പുഡിങ്ങാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഇളനീർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമാണ് ഈ കാണുന്നത്, അതിൻ്റെ പൾപ്പാണിത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായി ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് പുഡിങ് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റും. നല്ലോണം അരക്കണം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് 3 പാക്കറ്റ് പാലാണ്, അതായത് 1.5 ലിറ്റർ പാൽ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു പാക്കറ്റ് ഒഴിച്ചതായിരുന്നു, ബാക്കി പിന്നെ 2 പാക്ക് പിന്നെയാണ് ഒഴിച്ചത് കേട്ടോ. പിന്നെ ഒരു 3/4 ടിന്ന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്. അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 30 ഗ്രാം ചൈന ഗ്രാസാണ്. 10ൻ്റെ പാക്കറ്റാണ് ഇത്. പിന്നെ ആ ചൈന ഗ്രാസിലേക്ക് നമുക്ക് ഈ ഇളനീർ വെള്ളം ഒന്ന് ഒഴിച്ചിട്ടൊന്ന് സ്റ്റോക്ക് ചെയ്യാൻ വെക്കാം. ഒരു 1.25 കപ്പ് പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് തീ കത്തിച്ച് കൊടുക്കാം. കുറച്ച് സമയം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മളെ ഇളനീർ അരച്ചതൊക്കെ അതിൻ്റെ അടിയിൽ കിടന്നുകൊണ്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ആ സമയം കൊണ്ട് നമ്മളെ ചൈന ഗ്രാസ് കൂടെ ചെറുതായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. അതും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. രണ്ടും ശ്രദ്ധിക്കണം. 2 അടുപ്പത്തായതുകൊണ്ട് 2ഉം ശ്രദ്ധിക്കണം ഒരുപോലെ കേട്ടോ. കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതാ ചെറിയ രൂപത്തിലിങ്ങനെ തിള വരുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ പറ്റുന്നൊരു പുഡിങ് തന്നെയാണ് ഈ കോക്കനട്ട് പുഡിങ്. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് കാണിച്ചെന്ന് മാത്രം ഉണ്ടാക്കിയപ്പോൾ അത് ഏകദേശം ഇവിടെ ഇങ്ങനെ ലൂസായി വരുന്നുണ്ട്. ആ സമയം നമ്മളെ പാലും നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിള വന്ന് വേണ്ട നല്ല തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ട് മെൽറ്റായ ചൈന ഗ്ലാസ് ഇതിലേക്ക് എടുത്ത് ഒഴിച്ച് കൊടുക്കാം. രണ്ടും ഒരേ ചൂടിൽ വേണം കേട്ടോ. നന്നായി മെൽറ്റായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കുക. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം തണുത്തതിന് ശേഷമാണ് നമുക്ക് പുഡിങ് ട്രേയിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ ഞാനിതാ പുഡിങ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് തേങ്ങയുടെ ചെറിയ പൾപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. കുറച്ച് നട്ട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നു.